ചക്ക വറക്കാന്ന് വിചാരിക്കാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഗ്യാസ് ഇല്ല എന്ന്. അമ്മ വേറെയും ചക്ക മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചക്ക പുഴുക്കുണ്ടാക്കാം. ചക്ക വറുത്ത് കഴിച്ചതില് ഏറ്റവും അടിപൊളി ചക്ക വറുത്ത് എവിടുത്തെ അറിയോ? ചോട്ടുവിന്റെ അമ്മേന്റെ, വയനാട്ടിലെ അമ്മേന്റെ. ആ സെറ്റ്. ആഹാ, ഞാൻ ചക്കപ്പുഴുക്കും മീൻകറിയും പപ്പടവും മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഹലോ, നമ്മള് പറിച്ചുകൊണ്ടുവന്ന ചക്ക, കുറെ ചക്ക ഉണ്ടല്ലോ, എന്ത് ചെയ്യാനാ? അപ്പൊ നമ്മളിത് ചക്ക വറക്കാന്ന് വിചാരിക്ക. അമ്മ കൊണ്ടുവന്നപ്പോ തന്നെ ഫുൾ കട്ട് ചെയ്ത് ഇതാ മുറിച്ചോണ്ടിരിക്ക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഗ്യാസ് ഇല്ല എന്ന്. അപ്പൊ ഇൻഡക്ഷനിൽ ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പ് കത്തിക്കാം, പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് ഇത് വറക്കാന്ന് പറഞ്ഞു. അപ്പം അമ്മ പോയിട്ട് അടുപ്പ് കത്തിക്കാനുള്ള പരിപാടി നോക്കാന്ന് പറഞ്ഞ് ബാക്കി എന്നോട് കട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. ഓൾമോസ്റ്റ് കഴിഞ്ഞ ഇച്ചിരിയേ ഉള്ളൂ, എന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ബാക്കി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാണ്. അപ്പം ചക്ക വറക്കുന്ന മാത്രമല്ലേ ഉള്ളൂ, വേറെ ചക്ക ഒന്നും ഉണ്ടാക്കില്ലല്ലോ. ഞാൻ പറയുന്ന അമ്മേന്റെ അടുത്ത് ഇത് നമുക്ക് മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളേറ്റ് ഉണ്ടാക്കാന്ന്. പക്ഷെ എന്താ വെച്ചാല് ഇത് കഴിച്ചു പോകുന്നു. ചക്ക വെച്ച് കഴിഞ്ഞാല് മുറിച്ചു വെച്ച് കഴിഞ്ഞാൽ കഴിച്ചു പോകുന്നതാണോ? ആ മുറിച്ചു വെച്ചാൽ ഐ മീൻ ചക്ക വെട്ടിയിട്ട് അതിന് ചുള ഇരിഞ്ഞു വെച്ച് കഴിഞ്ഞാല് അത് കഴിക്കുന്നു. അപ്പൊ അത് ഇന്ന് തന്നെ ചെയ്യണം. അപ്പം നമുക്ക് ഈ ചക്ക വറുക്കാം. പിന്നെ അമ്മ വേറെയും ചക്ക മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചക്ക പുഴുക്കുണ്ടാക്കാം. ഓക്കെ, അപ്പം വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ചക്കക്കുരു എടുക്കില്ല. ഈ ചക്ക പുഴുക്കാക്കുന്നതിൽ ചക്കക്കുരു ഇട്ടുണ്ടോ? ആ ഞാൻ ചക്കവറുത്ത് കഴിച്ചതില് ഏറ്റവും അടിപൊളി ചക്കവറുത്ത് എവിടുത്തെ അറിയോ? ചോട്ടുവിന്റെ അമ്മേന്റെ, വയനാട്ടിലെ അമ്മേന്റെ. അവിടുത്തെ അമ്മ ചക്കവറുത്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കോഴിക്കോട് ആകുമ്പോൾ ചോട്ടു വയനാട്ടിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവരുന്നു. കുറെ കൊണ്ടുവരുന്നു. പക്ഷെ ആ ചക്കവറുത്ത ഉണ്ടല്ലോ, സൂപ്പർ ചക്കവറുത്തായിരുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാലും നമ്മൾ ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്തത് ആ ഭയങ്കര നൈസായിട്ട് കട്ട് ചെയ്യണം. അപ്പോഴാണ് എന്താ പറയാ അതിന്റെ ഒരു കഴിക്കാനും സുഖം ഉണ്ടാവുക, പെട്ടെന്ന് ഇങ്ങനെ പൊരിഞ്ഞു കിട്ടുക, അങ്ങനെയാണെന്ന് തോന്നുന്നു. അതായിരുന്നു ഏറ്റവും അടിപൊളി. ഇതും നൈസായിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്, പക്ഷെ ഇതിലും തിന്നായിട്ടാണ് വയനാട്ടമ്മ അരിയ. അപ്പൊ ഞാനത് കുറച്ചുള്ളൂ, ബാക്കിയൊക്കെ അമ്മ ചെയ്ത്. അമ്മ അതേപോലെ എന്താ പറയാ മിക്സ്ചർ ഉണ്ടാക്കുമായിരുന്നു, അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വെക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ടി വി ഒക്കെ കാണുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സ്നാക്സ് ഒക്കെ ഉണ്ടാവുമായിരുന്നു കഴിക്കാൻ. പക്ഷെ നമ്മളൊക്കെ ഇതിങ്ങനെ കഴിച്ച് വണ്ണം വെക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കരുത് പറഞ്ഞിട്ട് ഉണ്ടാക്കാണ്ട് വെക്കുന്നത്. പിന്നെ എന്തൊക്കെ ഇത്രയും ചക്ക കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കാം. പിന്നെ ഞാനും അമ്മയും മാത്രം. അപ്പൊ നമ്മൾ ഡെയിലി എന്താ പറയാ, ഡെയിലി നമ്മൾ വൈകുന്നേരം നമ്മളെ പണിയെല്ലാം കഴിഞ്ഞാല് ഞാനും അമ്മയും ടി വി കാണും. എന്തെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ബ്ലോഗ് കാണാറുണ്ട്. മറ്റേ അരുണിമ ബാക്ക് പാക്കർ അരുണിമേന്റെ ബ്ലോഗും കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുത്തേട്ട് ട്രാവൽ അല്ലേ, അവരിപ്പോ മേഘാലയ ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴങ്ങൾ കാണാൻ സ്റ്റാർട്ട് ചെയ്തത്, റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത. അപ്പൊ അതും കാണലുണ്ട്. പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ പടം കാണും, സിനിമ കാണും. ഏതെങ്കിലും ഇംഗ്ലീഷ് മൂവി അല്ലെങ്കിൽ ഏതെങ്കിലും മലയാളം മൂവി ഒക്കെ OTT ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതും കാണും. അപ്പൊ അങ്ങനെ ഇരുന്ന് കാണുമ്പോഴാണ് ഓരോന്ന് തിന്നാൻ തോന്നുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അപ്പം കഴിക്കാമല്ലോ. തുടങ്ങിയോ? പോവാണോ? ഞാൻ വരാം. ഞങ്ങളിതാ അടുപ്പൊക്കെ കത്തിച്ച് പരിപാടി തുടങ്ങി. ഞാൻ ഓൾറെഡി ഫസ്റ്റ് സെറ്റ് നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നോക്ക്, ഞാനപ്പൊ വീഡിയോ എടുത്തിരുന്നു, പക്ഷെ മൈക്ക് ഓൺ ആക്കിയില്ല. അപ്പം ഇതില്ലാണ്ടായി. അതിൽ നല്ല കത്തി ഉണ്ടായിരുന്നു, പക്ഷെ വിറക് നനഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പുകയാ ചെയ്യുന്നത്. കത്തി അങ്ങനെ. ഓ സെറ്റ്. അതൊന്ന് ഇളക്കി കാണിച്ചു തരുമോ? അത്
സൗണ്ട് കേൾപ്പി ഇതില്. ഓ എന്റെ ഫോണിപ്പോ ചക്കയിൽ പോയത്. ആ സെറ്റ്. എന്താ കഴിക്കാനൊന്നുമില്ല, എന്തോ ആണെന്നാ വിചാരിക്കുന്നത്. ചക്ക വേണോ? ചക്ക വറുത്ത തരാം. തിന്നില്ല? സൂസിക്ക് മാത്രമേ ചക്കേനോട് പ്രേമുള്ളൂ. ആ ഒഴിച്ചു. ആ നമ്മൾ ചക്ക ഇങ്ങനെ ചീന്തിയിട്ടിട്ട് വറുത്തിട്ട് അത് ഏകദേശം ആവുമ്പോ മഞ്ഞളും ഉപ്പും കലക്കിയ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യാട്ടോ. അങ്ങനെയാണ് അതില് ആ ഉപ്പ് വരിക. ഇത് നമ്മളെ ചക്ക പുഴുക്കുണ്ടാക്കുക കേട്ടോ. ഒരു വിസിലടിച്ച് ഒരു 3-4 വിസിലടിച്ചോട്ടേന്ന് അമ്മ പറഞ്ഞത്. ഞാൻ എന്താ അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്താണ്. നല്ല ജീരകം കേട്ടോ, ചെറിയ ജീരകം അത് ഇട്ടിട്ട് ഒന്ന് ഒതുക്കി തിന്ന് നോക്കിയിട്ട് അറിയാം. പിന്നെ പൊട്ടിച്ചു നോക്കും. അപ്പൊ ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെയാ? ആ പൊട്ടി പൊകയാണല്ലോ. ഞാൻ അതാ കുക്കർ തുറന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങ കലക്കി കൊടുക്കാം. ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ അരപ്പിട്ട് കൊടുക്കാം. ആ വെന്തുണ്ട്. ഞാനൊന്ന് ഇതിടട്ടെ. ഇതാ ഞാൻ തേങ്ങയും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിക്കാണ്. ആ ടി വി കാണണം. നമുക്ക് ഇവിടുന്ന് വിളമ്പിട്ട് അങ്ങോട്ട് പോവാം. ഞാൻ അമ്മയും മാത്രമാവുമ്പോ അധികം രാത്രി ഭക്ഷണം കഴിക്കുമ്പോ ഇവിടുന്ന് ഭക്ഷണം എടുത്തിട്ട് അവിടെ സോഫയിൽ പോയിരുന്ന് ടി വി കണ്ടുകൊണ്ടാ കഴിക്കുക. അമ്മയ്ക്ക് അങ്ങനത്തെ ശീലം ഉണ്ടായിരുന്നില്ല, ഞാൻ പഠിപ്പിച്ച ശീലം. അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. ഇപ്പൊ സമയം 9 മണി ആവാനായിട്ടോ. നമ്മള് സാധാരണ ഈ സമയമൊക്കെ ആകുമ്പം എന്താ പറയാ, ടി വി കണ്ട് കഴിഞ്ഞ് ഏകദേശം കഴിച്ച് കിടക്കാന്നുള്ള പോലെയാവും. ചോറ് കേട്ടോ. ഇത് നമ്മളെ ചായന്റെ ആയിരുന്നു ശരിക്കും. പക്ഷെ ഇത് ഇനിയിപ്പോ ഡിന്നർ, ഇതിനിപ്പോ ഡിന്നർ കഴിഞ്ഞ്. അപ്പൊ ഒന്ന് 9 മണി ആവാനായി. വിശക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് വേഗം വിളമ്പിട്ട് കഴിക്കാം. ഞാനിത് വിളമ്പിയിട്ട് അവിടെ പോയിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഞാൻ ആ സമയത്ത് ചക്ക വറുത്തതായിട്ടുണ്ട്. നമുക്ക് ചക്ക വറുത്ത കഴിച്ചു നോക്കാം. ആഹാ, നല്ല കുഴ ആയിട്ടുണ്ട്. ആ പുകയിലിരുന്നിട്ട് അമ്മ, ഞാൻ കുറച്ചേരം പുകയിൽ നിന്നിട്ടുള്ളൂ. പുകയെന്ന് പ്രാന്തായിട്ട് കണ്ണൊക്കെ എരിഞ്ഞിട്ട്. മറ്റേ ഉച്ചത്തെ മാന്ത മുളകിട്ട കറിയാണേ. സൂപ്പർ. എന്താ പപ്പടം, ഒരു പപ്പടം കൊടുക്കാം. പപ്പടം വേണം നമുക്ക്. വേണമെങ്കിൽ ഒരു ഇച്ചിരി അച്ചാർ കൊടുക്കാം, ഒരു പുളിക്ക് അല്ലേ? വേണോ? ഞാൻ 2 ദിവസം മുന്നേ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മാങ്ങച്ചാറ്. അപ്പൊ അത് ബാക്കി വന്ന കുറച്ച് പാത്രത്തിലാക്കിയതാ. കഴിഞ്ഞു. നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാം. എൽസിക്ക് ഇഷ്ടമല്ലല്ലോ. നല്ല ചക്കയല്ലേ? അത് ഞാൻ കുഴച്ചപ്പോ തോന്നി ചക്ക കഴിക്കാൻ മുട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ചക്ക വറുത്തത് കഴിക്കാം. ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത്രയുള്ള കേട്ടോ. ഈ ഒരു ഡബ്ബയിലും ഈ ഒരു ഡബ്ബയിലും ഉണ്ട്. ഓ, അത്ര യെല്ലോ കളറല്ല, ഇച്ചിരി കരിഞ്ഞ പോലെയാ ഉള്ളത്. പക്ഷെ കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടാവൂല. എനിക്കറിയാം, അമ്മ അതായിരിക്കും പറയാത്. അതേ അങ്ങനെ പറഞ്ഞത്. ആ കഴിക്കട. ക്രിസ്പി.
ഉം. ആ ഇരിക്കാം. ഞാൻ വീഡിയോയിലുണ്ടോ ഞാൻ വീഡിയോയിലുണ്ടോ നോക്കും. ഫുള്ളുണ്ടോ? തല കട്ടായി പോയിണ്ടോ മുള്ള്? ചക്കനെ പറ്റി പറയട്ടോ. ഉണ്ട്. 2 ദിവസം മുന്നേ അമ്മ ചക്കവറുത്ത് ഉണ്ടാക്കിണ്ടായിരുന്നേ. നമ്മൾ അടുത്ത വീട്ടിലുള്ള ആള് ചക്ക തന്നിട്ടുണ്ടായിരുന്നു. അമ്മ കിട്ടിയപ്പം തന്നെ ചക്കേന്റെ മുകളിലൊക്കെ ഇരുന്ന് കൊറേ മെനക്കെട്ട് പണിയൊക്കെ എടുത്ത് ചക്കയൊക്കെ വറുത്ത്. എന്നാ അറിയോ, ഞാൻ എന്റെ റൂം ക്ലീൻ ചെയ്ത ദിവസമില്ലേ, നമ്മൾ ഫുൾ ക്ലീനിങ് ചെയ്ത ദിവസമില്ലേ ആ ദിവസം. അപ്പം ഞാന് എല്ലാം തോന്നുന്നു. ആ അതെ അതെ, അവര് പോകുന്നതിന് മുന്നേ. എന്തായാലും ഞാൻ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല. അമ്മ കൊറേ കഷ്ടപ്പെട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ വന്നു നോക്കിയപ്പോണ്ട് മറ്റേ എനിക്ക് അപ്പഴേ ആ ചക്കൻ വറുത്ത് ശരിയായില്ല. ഫുൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കുക, തണുത്തിരിക്കുക. പിന്നെ അമ്മ ഫുൾ ഒരു റിസർച്ച് ഒക്കെ നടത്തി, യൂട്യൂബ് അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു അവർ കൊണ്ടുതന്ന ചക്ക പഴഞ്ചക്ക ആയിരുന്നു. ആ ചക്ക വെച്ചിട്ട് അമ്മ വറുത്ത, പഴഞ്ചക്ക വെച്ചിട്ട് ആക്കിയാൽ ശരിയാവില്ല എന്ന് തോന്നുന്നില്ലേ. അങ്ങനെ അപ്പൊ നമ്മൾ സാരിൽ പോട്ടെ, നമുക്ക് അടുത്ത് പിടിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ചക്ക കിട്ടിയത്. ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പിലുള്ള പരിപാടി ആയിട്ട് ഇതൊക്കെ. അങ്ങനെ പിന്നെന്താ, ഞാൻ ഇപ്പം ചക്ക വറുത്ത സ്റ്റോറി ഇട്ടില്ല. സ്റ്റോറി ഇട്ട് പേട്ടൻ മെസ്സേജ് മാറ്റി വെക്കണേത്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ട് നനഞ്ഞ വിറക് കത്തിച്ച് പുകഞ്ഞ് കരഞ്ഞൊക്കെ ഉണ്ടാക്കിയതാ വെക്കൂല, ഞങ്ങൾ ഫുള്ള് തിന്നു പറഞ്ഞത്. അപ്പൊ ഏട്ടൻ അപ്പൊ ഞാൻ ആക്കി. പിന്നീട് വീണ്ടും മെസ്സേജ് അയച്ചിട്ട് വെക്കണേതൊക്കെ. നമ്മളെ കൂട്ടാണ്ട് ട്രിപ്പ് പോയതല്ലോ, ഓർക്ക് ഇതിൽ വെക്കണോ? ഓർക്കൊരു ചക്കയും ഇല്ല, ഒരു മാങ്ങയും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. അപ്പൊ അത് തിന്നോണ്ടിരിക്കില്ല, ടി വി കണ്ട് തിന്നോളാം. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. നമ്മൾ പണ്ട് കഴിക്കുന്ന പോലെ ഉണ്ട്. എപ്പോ കൊറോണ സമയത്ത് അതേപോലെ ഉണ്ട്, നല്ല ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കളർ കുറച്ച് കുറഞ്ഞ പോലെ ഉണ്ട്, പക്ഷെ കുറഞ്ഞ ടേസ്റ്റേ ഇല്ല, നല്ല സൂപ്പറാ. ഇനി നമുക്ക് ചക്ക കഴിക്കാം. ചക്കപ്പുഴുക്ക് ആ ചൂടോടെ കഴിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായേനെ. ഞങ്ങളെ സമയദോഷത്തിന് ഇവര് കറക്റ്റ് സമയം ട്രിപ്പ് എല്ലാരും പോയതും വീട്ടിലെ ഗ്യാസ് തീർന്നതും, അതുപോലെ ഇവര് പോകുന്ന ആ സമയത്ത്, പോകുന്ന ദിവസമോ തലേ ദിവസമോ എന്തുവാണ് നമ്മളെ അവൻ വന്നിട്ട് ഞാൻ എന്തോ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കരിഞ്ഞ സ്മെല്ലും പിന്നെ അതിന് ഭയങ്കര സൗണ്ടും, അതും ചീത്തയായി. അപ്പൊ അതിൽ വെച്ച് ചൂടാക്കാനും പറ്റാത്ത അവസ്ഥയിലായി. സാരില്ല, ഞാനമ്മയും മാത്രമായതുകൊണ്ട് നമുക്ക് കുറെ കുക്ക് ചെയ്യുമ്പോഴാണ് മറ്റേ ഇൻഡക്ഷനിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രമാകുമ്പോ വലിയ സീനില്ല. എന്നാലും വരുമ്പോ എല്ലാം കൂടി ഒരുമിച്ചാ വരിക. ഞാൻ ചക്കപ്പുഴുക്കും മീൻകറിയും പപ്പടവും മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അടിപൊളി ചക്കക്കുരു. എന്തില്ല ചക്കയല്ലോ? ഇല്ലല്ലോ. തോന്നുന്നില്ല. ചക്ക അങ്ങനെ വെണ്ണ പോലെ ഇരിക്കും അല്ലെ? സൂപ്പർ ചക്ക. ചേച്ചി നാളെ വിളിക്കാം നമുക്ക്. ഞാൻ പറയുന്ന അമ്മേന്റെ അടുത്ത് നമുക്ക് ചക്ക ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കുറച്ച് കൊണ്ടു കൊടുക്കാം. ചക്ക തന്ന ചേച്ചിക്കും ചക്ക തരാനുള്ള ചക്ക സംഘടിപ്പിച്ച് തന്ന ചേച്ചിക്കും ചക്ക തന്ന ചേച്ചിക്കും ഇത് വറുത്തിട്ട് കൊണ്ടു കൊടുക്കാന്ന് ഞാൻ അമ്മേനോട് ഇങ്ങനെ പറയുന്നു. പക്ഷെ ഇത് അതിന് മാത്രം കൊണ്ടു കൊടുക്കാൻ മാത്രം ഇല്ലാത്തൊരവസ്ഥയായി പോയി അല്ലേ? പക്ഷെ നല്ലായിരുന്നു. സമയം എടുത്തിട്ട് നന്നായി ചെയ്യാം. ചക്ക കൊണ്ടുവരുന്ന അപ്പൊ തന്നെ നന്നാക്കുന്നു, പൊരിക്കുന്നു, ചക്ക പുഴുങ്ങുന്നു, എല്ലാം കൂടി ഒരു ദിവസമായിരുന്നു. ഗ്യാസും ഇല്ല, വിറക്, മഴ. സാവധാനം അതിന് മാത്രമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്ത് തീർക്കാം നമുക്ക്. അപ്പൊ ഞാൻ സമാധാനത്ത് തിന്ന് തീർക്കട്ടെ, TV കണ്ടോണ്ട്. അപ്പൊ ശരി, ടാറ്റാ, ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഞങ്ങളെ ഈ ചക്ക വ്ളോഗും ചക്ക പുഴുക്ക് വ്ളോഗും ചക്ക വറുത്ത വ്ളോഗും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അമ്മ ഷെയർ ചെയ്യണം എന്നൊക്കെ. ഷെയർ ചെയ്യണം എന്ന് പറയില്ലേ ഇല്ല, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഞാൻ പറയില്ല. ഞാൻ
അങ്ങനൊന്നും പറയാറില്ല, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിലേ ഉള്ളൂ. അപ്പം നിങ്ങളിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്ത് പോ, അപ്പോഴേ എനിക്ക് ആ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് എപ്പോഴും ആ ഒരു സപ്പോർട്ടിനെ കൊണ്ടാണ് ഇതിനെ എന്തൊക്കെ നോക്കാം നമുക്ക് ചെയ്യാ വീഡിയോ ചെയ്ത് പോവാന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വന്നിട്ടുള്ളത്. കുറെ മടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും. അപ്പൊ അങ്ങനെ. അപ്പൊ ശരി, ടാറ്റ. അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്. ഒക്കെ റെക്കോർഡായിട്ടുണ്ടാവണേ. ചക്കപ്പുഴുക്കും കഴിച്ചുകൊണ്ട് ടി വി ഒക്കെ തുറന്ന് ഫുൾ സെറ്റാക്കി കാണാൻ നിൽക്കുമ്പോഴാണ് നോക്ക്, ഞാൻ പറഞ്ഞില്ല നമ്മൾ സ്ഥിരമായിട്ട് വ്ളോഗ് കണ്ടിട്ടുണ്ട്, ഇവരതൊക്കെ ചക്കപ്പുഴുക്കും ചെമ്മീൻ ഉലർത്തിയതും. ഇവരും നമ്മളും തമ്മിൽ എന്തോ ഒരു ഫുഡിന്റെ ബന്ധമുണ്ട് തോന്നുന്നു. ഇന്നലെ വൈകുന്നേരം ഇതേപോലെ ഞാൻ അമ്മ ടി വി ആണ് ഇരിക്കുമ്പോഴാണ് നമ്മൾ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാ ഞാൻ ഭയങ്കര തീറ്റ. ഏപ്രിൽ മറ്റേ വിഷു കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റേ കയ്യും കണക്കില്ലാത്ത തീറ്റ, ശ്രദ്ധിക്കാണ്ട് തിന്ന, വർക്കൗട്ടില്ല, ഒരു പരിപാടിയും ഇല്ല. അപ്പൊ ഞാൻ അമ്മയും കൂടെ പറയുന്നു നമുക്ക് ഫുഡ് കുറയ്ക്കാന്നുള്ള മൂഡിൽ ഇന്നലെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു മിതമായി കഴിച്ചു, ഉച്ചയ്ക്ക് നമ്മളൊരു മിതമായി കഴിച്ചു, വൈകുന്നേരം കണ്ടായപ്പോ നമുക്ക് ഇങ്ങനെ ഭ്രാന്താവാൻ തുടങ്ങി. ലാസ്റ്റ് ഇവര് വ്ളോഗ് തുടങ്ങിയപ്പോ ഇവര് വ്ളോഗിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന നമ്മൾ കല്യാണത്തിന് പോയില്ല, ആ ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വിട്ട് ആ ഉപ്പുമാവ് പറഞ്ഞപ്പോഴേക്ക് ആ ഉപ്പുമാവ് ഓർമ്മ, ഇവിടുത്തെ ഉപ്പുമാവ് ഓർമ്മ. ഞാൻ ഉപ്പുമാവിന്റെ എന്ന് വെച്ചാൽ അമ്മനോട്. അപ്പൊ അമ്മ പറഞ്ഞ ആ ഉപ്പുമാവ് ഫ്രിഡ്ജിലുണ്ട്. അപ്പൊ നമ്മൾ ഉപ്പുമാവ് പിന്നെ ഇവരെന്താ ഇവര് വ്ളോഗിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ കാരമലിൽ ഒരാൾക്കാര് ഉപ്പുമാവ് ഉണ്ടാക്കണം, ഒരു ടീം പുറത്തുനിന്ന് ഇഡ്ഡലി കഴിക്കുക. അപ്പൊ ഇഡ്ഡലി കഴിക്കുന്ന കണ്ടപ്പോ നമുക്ക് 2 ദിവസം മുന്നേ ഇഡ്ഡലി ആയിരുന്നു, അതും ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പൊ അതും ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അടുക്കളയിൽ പോയി നോക്കി ഇത് ചൂടാക്കാൻ നമുക്ക് നടക്കൂല, അവൻ സീനായിട്ടിരിക്കുക. അപ്പം ഗ്യാസ് ഓൺ ആക്കിയപ്പോഴാണ് നമ്മളെ ഗ്യാസ് തീർന്നത്. അങ്ങനെ ആ വിഷമത്തിന് നമ്മൾ കുക്കറിൽ ആ ഉപ്പുമാവ് ഇട്ട് വെള്ളം ഒഴിച്ച് ഇൻഡക്ഷനിൽ വെച്ച് മര്യാദക്ക് ചൂടായതുമില്ല, ചൂടാവാതെ കരിഞ്ഞ് എന്തൊക്കെയോ ആയി. ലാസ്റ്റ് ഞങ്ങൾ പ്രാന്തിന് കുറെ തിന്നുന്നത്. അങ്ങനെ അപ്പൊ ആ കഥ ഇപ്പൊ ഇതിങ്ങനെ ഓർമ്മ വന്നപ്പോ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഞങ്ങൾ പുട്ടുണ്ട് സമയം കഴിഞ്ഞിട്ട് ഗോതമ്പ് പുട്ടും ഉണ്ടാക്കി തിന്നു. എന്നിട്ടാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. അതൊക്കെയാണ് ഞങ്ങളെ കഥകൾ, എന്റെ അമ്മേന്റെ കഥകൾ. അപ്പൊ ശരി, ടാറ്റാ.